വയോധികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. ചെങ്ങന്നൂർ സ്വദേശി യേശുദാസിന്റെ ശവകല്ലറയാണ് തുറക്കുന്നത്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മരണത്തിൽ ഛർദ്ദിച്ച അവസ്ഥയിലായിരുന്നു. കൈകളൊക്കെ കരിനീലിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മകളുടെ വീട്ടുകാരെയോ എൻ്റെ ഫാമിലിയോ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോർച്ചറിയിലാക്കി. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടില്ല. അതേ തുടർന്ന് പിറ്റേ ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വീടും വസ്തുവും പുള്ളിയുടെ പേരിലേക്കുള്ള ആധാരം ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. ഈ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ചെങ്ങന്നൂരിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ആധാരം പാണ്ടനാട് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഒരു ആധാരത്തിൻ്റെ സാക്ഷിയായിട്ടുള്ളത് ഈ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അത് കൂടാതെ തന്നെ ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനിടയിലാണ് പപ്പയുടെ മരണം. അത് അൺയൂഷ്വലാണ്. എല്ലാം മാറ്റി. ഞങ്ങൾ അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല. ഞാൻ അയച്ചു കൊടുത്ത 2023 അയച്ചു കൊടുത്ത പണമുണ്ട്. 23 ആയപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു. പപ്പ അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ പാണ്ടനാട്ടുള്ള കുടുംബസ്വത്ത് വിറ്റു. ആ പൈസ അത് എത്ര ആണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആ എമൗണ്ട് എല്ലാം ബാങ്കിലുണ്ട്. 23 വരെയുള്ള ട്രാൻസാക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും വലിയ എമൗണ്ട് ആണ്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വരവ് അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. മകൾക്കും പരാതിയുണ്ട്. അവളിപ്പോൾ UK-യിലാണ്. അവളോട് സംസാരിച്ചു. അവർക്ക് സംശയമുണ്ട്. പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നിന്ന് രാഹുൽ ജി നാഥ് ചേരുകയാണ്. രാഹുൽ, ഇപ്പോൾ എന്ത് ദുരൂഹതയാണ് ഇങ്ങനെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടത്താൻ കുടുംബം ഉന്നയിക്കുന്ന ദുരൂഹത എന്താണ്? പക്ഷേ പ്രധാനമായും ഈ മരണത്തിൽ മരുമകളാണ് ദുരൂഹത ആരോപിക്കുന്നത്. മരണപ്പെട്ട യേശുദാസ് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്, അതായത് ഇന്നലെ 1 മാസം തികയുന്നു. ഒരു മാസം മുൻപാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. മരണപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. യേശുദാസിന് 2 മക്കളാണുള്ളത്. ഒരു മകനും മകളുമായിരുന്നു. മകൻ 2017 മരണപ്പെട്ടിരുന്നു. മകൾ UK-യിലാണ്. മകൾക്കും പരാതിയുണ്ട് എന്നാണ് മരുമകൾ ഇപ്പോൾ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പരാതിക്കാരിയായ മരുമകൾ ലീന ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഈ പറയുന്നത് പോലെ മരണത്തിന് ശേഷം കൃത്യമായി കാര്യങ്ങൾ അവരെ അറിയിച്ചില്ല, പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയം, അതായത് യേശുദാസിനുണ്ടായ സ്വത്തുക്കൾ 90 ദിവസം മുൻപ് സഹോദരന് എഴുതി നൽകുന്ന തരത്തിലേക്കൊരു രേഖയുണ്ടാകുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ 90 ദിവസത്തിനുള്ളിൽ യേശുദാസൻ മരിക്കുന്നു. അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സാക്ഷി എന്ന് നേരത്തെ നമ്മൾ കേട്ട സംഭാഷണത്തിൽ കേട്ട സാക്ഷിയായിരുന്ന കെയർടേക്കർ, വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ നിന്ന സ്ത്രീ നൽകിയ കേക്ക് കഴിച്ച അവശനിലയിലേക്ക് യേശുദാസ് പോയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം മരണപ്പെട്ട സമയത്ത് കടും നീല നിറത്തിൽ ആയിരുന്നു ശരീരം എന്ന് പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വല്ല വിഷവും ഉള്ളിച്ചെന്നാണെന്നുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി സഹോദരൻ ഗബ്രിയേൽ ഇത് ചെയ്തോ എന്ന ആരോപണം, അല്ലെങ്കിൽ ചെയ്തു എന്ന ഒരു സംശയമാണ് ഇവർക്കുള്ളത്. അത്രയും ആരോപണമാണുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി അതിനുശേഷം ഇത്തരത്തിൽ കല്ലറ പൊളിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടി നടത്താനുള്ള തീരുമാനമുണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ ശവക്കല്ലറ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കുമ്പോഴാകും ഇവർ ഉന്നയിക്കുന്ന പരാതികളിൽ കഴമ്പുണ്ടോ വാസ്തവമുണ്ടോ എന്ന് അറിയാൻ കഴിയുക.